നമസ്കാരം. വിരാട് കോഹ്ലിയുടെ ബലഹീനതയെ ഞാൻ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തുറന്നു പറയുകയാണ് ജെയിംസ് ആൻഡേഴ്സൺ ഒരു ഇന്റർവ്യൂവിൽ. അതായത് 2014 ഇംഗ്ലണ്ട് ഇന്ത്യ ടെസ്റ്റ് സീരീസിൽ വിരാട് കോഹ്ലിക്ക് ഓഫ് സ്റ്റമ്പിന് വെളിയിൽ വരുന്ന ബോൾസിനെ കളിക്കാനുള്ള ബലഹീനതയെ ജെയിംസ് ആൻഡേഴ്സൺ അത് എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് വിക്കറ്റ്സ് എടുത്തത്. അന്ന് ആ ഒരു സീരീസിൽ 4 പ്രാവശ്യം വിരാട് കോഹ്ലിയെ ജെയിംസ് ആൻഡേഴ്സൺ ഔട്ടാക്കിയിരുന്നു. അതിനുശേഷം പിന്നീട് നടന്ന 2016-2018 സീസണുകളിൽ വിരാട് കോഹ്ലി എങ്ങനെയാണ് ശക്തമായിട്ട് തിരിച്ചു വന്നത്, ജെയിംസ് ആൻഡേഴ്സനെ നന്നായിട്ട് കളിച്ചത് എന്നും ഈ ഇന്റർവ്യൂവിൽ ജെയിംസ് ആൻഡേഴ്സൺ പറയുന്നുണ്ട്. അതാണ് മികച്ച പ്ലേയേഴ്സിന്റെ ലക്ഷണം എന്നുള്ളതും ഈ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ കരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 പ്രാവശ്യം വിരാട് കോഹ്ലി ജെയിംസ് ആൻഡേഴ്സൺ ഔട്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് 2014 4 പ്രാവശ്യം, പിന്നീടുള്ള സീസണുകളെല്ലാം ഇന്ത്യ ഇംഗ്ലണ്ടിൽ പോയപ്പോഴും ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വന്നപ്പോഴും വിരാട് കോഹ്ലി ബ്യൂട്ടിഫുൾ ആയിട്ട് ആൻഡേഴ്സനെ കളിച്ചിട്ടുണ്ട്. പിന്നീട് 2021 ഇന്ത്യ ഇംഗ്ലണ്ടിൽ വിസിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു 2 പ്രാവശ്യം വിരാട് കോഹ്ലി വിക്കറ്റ് എടുത്തത്. അത് വിരാട് കോഹ്ലിയുടെ ഒരു ഫോം ഔട്ട് ആയി നിൽക്കുന്ന ഒരു സമയം കൂടാണ്. ഈ ഒരു ഇന്റർവ്യൂവിൽ തന്നെ ജെയിംസ് ആൻഡേഴ്സൺ പറയുന്നുണ്ട്, സച്ചിൻ, വിരാട് കോഹ്ലി എന്നീ ബോളേഴ്സിനെതിരെയൊക്കെ ബോൾ ചെയ്യുമ്പോൾ തന്റെ ബെസ്റ്റ് പുറത്തെടുക്കാനായിട്ട് എപ്പോഴും സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു മാർജിൻ ഓഫ് എറർ വളരെ കുറവാണ് ഈ ബാറ്റ്സ്മാൻമാർക്കെതിരെ. അത്രയും ഗ്രേറ്റ് ആണ് ഈ ബാറ്റ്സ്മാൻമാർ. സോ അതുകൊണ്ട് തന്നെ ഒരു തെറ്റ് വരുത്താനുള്ള സാധ്യത കുറവായതുകൊണ്ട് അത്രയും കൃത്യതയോടെ ബോൾ ചെയ്തിട്ടുണ്ട് ആൻഡേഴ്സൺ. അപ്പോൾ സച്ചിൻ്റെ കാര്യം പറയുമ്പോൾ സച്ചിനെതിരെ നല്ല റെക്കോർഡുള്ള ഒരു ബോളറാണ് ജെയിംസ് ആൻഡേഴ്സൺ. 9 വിക്കറ്റ് സച്ചിന് എടുത്തിട്ടുണ്ട്. പക്ഷേ സച്ചിനെതിരെ നല്ല റെക്കോർഡ് ഉണ്ടെന്ന് പറയുമ്പോൾ സച്ചിൻ്റെ ഒരു ലേറ്റർ ഹാഫ് ഓഫ് ദ കരിയറിലാണ് ജെയിംസ് ആൻഡേഴ്സൺ ബോൾ ചെയ്തിട്ടുള്ളത്. അതായത് പീക്ക് ടൈമിലുള്ള ഒരു സച്ചിനെതിരെ ജെയിംസ് ആൻഡേഴ്സൺ ബോൾ ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഇന്റർവ്യൂവിൽ വളരെ ബഹുമാനത്തോടെയാണ് ഇവർ രണ്ടുപേരെ കുറിച്ച് ജെയിംസ് ആൻഡേഴ്സൺ പറയുന്നത്. രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ഡിഫിക്കൽട്ടായിട്ട് ജെയിംസ് ആൻഡേഴ്സന് തോന്നിയത് വിരാട് കോഹ്ലി ആണെന്നും പറയുന്നുണ്ട്. അതുപോലെ തന്നെ സച്ചിൻ്റെ ഗ്രേറ്റ്നസ്, ഇന്ത്യയിൽ സച്ചിന് ഗോഡ് എന്നുള്ള രീതിയിലുള്ള പരിഗണന എങ്ങനെ ക്രൗഡ് കൊടുക്കുന്നു എന്നുള്ളതൊക്കെ വളരെ കൗതുകകരമായിട്ട് ഇന്ത്യയിൽ കളിക്കാൻ വന്നിരുന്ന സമയത്ത് ജെയിംസ് ആൻഡേഴ്സൺ കണ്ടിരുന്നു എന്നും ഈ ഒരു ഇന്റർവ്യൂവിൽ ജെയിംസ് ആൻഡേഴ്സൺ പറയുന്നുണ്ട്. ഈ ഇന്റർവ്യൂവിന്റെ അവസാനം വീരേന്ദർ സെവാഗിനെ പറ്റിയും ആൻഡേഴ്സൺ പറയുന്നുണ്ട്. അതായത് ഇനിഷ്യൽ ഓവേഴ്സിൽ ബോൾ ചെയ്യുമ്പോൾ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ വീരേന്ദർ സെവാഗ് ആണെന്ന് പറയുന്നുണ്ട്. ഐ വിൽ നോട്ട് പ്രിഫർ വീരേന്ദർ സെവാഗ് ഇൻ ഇനിഷ്യൽ ഓവേഴ്സ് എന്ന്. കാരണം സെറ്റിൽ ആവുന്നതിന് മുമ്പ് അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാൻ ആണല്ലോ വീരേന്ദർ സെവാഗ്. എന്തായാലും ഈ ഒരു ഇന്റർവ്യൂവിന്റെ ലിങ്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ്. വളരെ രസകരമായിട്ടുള്ളൊരു ഇന്റർവ്യൂ ആയിരുന്നു. അപ്പോൾ ഇതാണ് മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ.